ആടുക ശങ്കുട്ടിദാസ്, മന്ത്രിമാർ കള്ളം പറഞ്ഞോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതിപ്പോൾ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു രേഖയാണ്. അതിനെ അധികൃതർ തള്ളിക്കളയുന്നില്ല എന്നുള്ളിടത്താണ് തള്ളിക്കളയാൻ കഴിയില്ല, അതൊരു ഔദ്യോഗിക രേഖയാണ്. പക്ഷേ എന്നാൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ മന്ത്രിമാർ കള്ളം പറഞ്ഞു എന്ന് സമ്മതിക്കാൻ കഴിയാത്ത നിസ്സഹായതയാണോ, അതോ ഈ പുറത്തു വന്ന രേഖയുടെ സാധുത തള്ളിക്കളയാനുള്ള നിസ്സഹായതയാണോ, എന്താണ് പ്രകടമാകുന്നത്? അല്ല, അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഇവിടെ മന്ത്രിമാർ കള്ളം പറഞ്ഞു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇവിടെ ഒരു പാനിക്കാണ് സംഭവിച്ചത്. ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു ലീക്കാണ് ഇവിടെ ഈ അനിമോൻ എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് അദ്ദേഹം നടത്തിയിട്ടുള്ള അഡ്മിഷനോ അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലോ അല്ല, അദ്ദേഹം ബോധപൂർവമല്ലാതെ നടത്തിയിട്ടുള്ള ലീക്കിംഗ് ആണ്. അവിടെ ആ യോഗത്തിന്റെ പ്രത്യേകത, അത് അദ്ദേഹം ആ വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത, അത് എങ്ങോട്ടാണ് അയച്ചതെന്നുള്ള പ്രത്യേകതയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം വോയിസ് ക്ലിപ്പിൽ പറയുന്നത്, ഞാൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള FKH എന്ന് പറയുന്ന സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ എന്ന ഞാൻ ഇപ്പോൾ എറണാകുളത്തെ റിനേസൻസ് ഹോട്ടലിൽ ഇരുന്നുകൊണ്ടാണ് ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ നമ്മുടെ FKHയുടെ സംസ്ഥാന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബാർ നയത്തിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അവിടെ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് പല ഉറപ്പുകളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉറപ്പുകൾ, ഒന്ന് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും 2 ബാറുകളുടെ പ്രവർത്തന സമയം 12 മണി വരെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുമാണ്. പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കണം. അതായത് 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുടമയും കൊടുക്കണം. 850 അംഗങ്ങളാണ് ഈ പറയുന്ന 802 ബാറുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ 650 ബാറുകളാണ് ഈ പറയുന്ന FKH എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ളത്. ഇവർ 20 കോടി രൂപ കളക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് കൊടുക്കാതെ നമ്മുടെ ഈ കാര്യം നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം എവിടെന്നാ പറയുന്നത്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് നടന്നിട്ടുള്ള ഹോട്ടലിൽ വെച്ച് ഞാനിത് പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിന്റെ ഫോളോ അപ്പിലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് FKHയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലാണ് അദ്ദേഹം അത് പറയുന്നത്. അത് അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പാനിക് ഉണ്ടാവും. പാനിക് ഉണ്ടാവുമ്പോൾ ഉടനെ ചെയ്യുന്നത് എക്സൈസ് മന്ത്രി ഇതിനെ നിഷേധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചന പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അത് പറയുമ്പോൾ തന്നെ അറിയാം അത് അസത്യമാണ്. കാരണം എന്താ? കാരണം നിയമസഭയുടെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ഓൾറെഡി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അവിടെ പ്രതിപക്ഷ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ഈ 2024 ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടം നിലവിൽ പിൻവലിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ബാർ നയം മാറാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിന് മുമ്പിലുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. ആ നിഷേധിച്ചതിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഓൺലൈൻ യോഗം, സൂം മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗിന്റെ ഹെഡിങ് തന്നെ റിവിഷൻ ഓഫ് എക്സൈസ് പോളിസി എന്നാണ് പറയുന്നത്. അതായത് മദ്യനയം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം, ടൂറിസം വകുപ്പ് നടത്തുന്ന യോഗം. ഇതിന്റെ ക്ഷണക്കത്ത് അയക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇതിൽ പങ്കെടുക്കുന്നത് മദ്യമുതലാളിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഈ FKHയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുനിൽകുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നിലയിരുത്തുന്നതിനും ഈ താല്പര്യങ്ങൾ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് എക്സൈസ് വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. എക്സൈസ് വകുപ്പ് പോലും തീരുമാനമെടുക്കാത്ത വിഷയത്തിൽ സ്വന്തം നിലയിൽ ടൂറിസം വകുപ്പ് ഒരു നയം രൂപീകരിക്കാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട യോഗം നടത്തുകയും അതിന്റെ ഭാഗമായി ബാർ മുതലാളിമാരോട് ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രി അടിയന്തരമായിട്ട് രാജിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന അദ്ദേഹമല്ല, മറ്റൊരു വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണെന്ന്. ഇപ്പൊ ടൂറിസം വകുപ്പ് തന്നിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള വിശദീകരണത്തിൽ പറയുന്നത് ഇങ്ങനൊരു യോഗത്തെ പറ്റി ടൂറിസം മന്ത്രി അറിഞ്ഞിട്ടില്ല, ഇത് ഡയറക്ടറുടെ തലത്തിലാണ് മാത്രമാണ് നടന്നിട്ടുള്ളത്, ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ വകുപ്പ് മറ്റു വകുപ്പുകളുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നിയന്ത്രണം ഈ വകുപ്പിനില്ല എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, സംസ്ഥാനത്തിന്റെ മദ്യനയം മാറാൻ പോവുകയാണ്. കഴിഞ്ഞ സർക്കാർ
സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് കേരളത്തിൽ 27 ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാം പിണറായി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ ബാറുകളുടെ എണ്ണം 672 വർദ്ധിച്ചു. അതായത് എന്താ പറയുക, എത്ര ശതമാനത്തിന്റെ വർധനമാണ്. അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ ഇതുവരെ 130 പുതിയ ബാറുകൾ കൂടി അനുമതി കൊടുത്തു. കേരളത്തിൽ ഇന്ന് 802 പുതിയ ബാറുകളുണ്ട്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണെന്നൊക്കെ പറഞ്ഞ് സർക്കാരാണിത്. പക്ഷെ കേരളത്തിലെ കൊല്ലത്തുള്ള അഞ്ചലിലെ ഒരു സ്കൂൾ തന്നെ ഇപ്പോ മദ്യശാലയാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സർക്കാരിന്റെ കാലത്താണ് കണ്ടത്. അത്രയും അധികം ബാറുകൾ വന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ശരി, ഞാൻ അങ്കിലേക്ക് വരാം.